എല്ലാവർക്കും ആത്മനമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. ഈ ഒരു കർമ്മത്തെ ആ സർവേശ്വരൻ്റെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ ഈശ്വരൻ. ഓം നമഃ ശിവായ. ഓം ഗുരുഭ്യോ ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധത്തിലെ 29-ാമത്തെ അധ്യായം പുരഞ്ജന ചരിതത്തിൻ്റെ ഗൂഢതത്വം നാരദ മഹർഷി പ്രാചീന ബർഹിസിന് പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മൾ കേൾക്കുന്നത്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 13 ശ്ലോകങ്ങൾ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ പുരഞ്ജനൻ ആരാണ്, പുരഞ്ജനൻ ആ സ്വീകരിച്ച പുരഞ്ജനപുരി എന്താണ്, അതുപോലെ ഒരു സ്ത്രീയെ കണ്ടു ഭാര്യയാക്കി എന്ന് പറഞ്ഞല്ലോ, ആ സ്ത്രീ ആരാണ്, അവളോടൊപ്പമുള്ള സേവകന്മാർ ആരൊക്കെയാണ്, സർപ്പം ആരാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ആ പുരഞ്ജനപുരിയിലെ 9 ദ്വാരങ്ങളെക്കുറിച്ച്, ഇതൊക്കെ എവിടെയാണ്, ആ പേരുകൾ അതൊക്കെ എന്തിനെയാണ്, എന്താണ് അതിൻ്റെയൊക്കെ തത്വം എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ അവസാന ഭാഗത്തിൽ പറയുന്നത് ഇടതുവശത്തും വലതുവശത്തുമുള്ള ചെവി, അത് പിതൃഹു ദേവഹു എന്നാണ് ആ 2 ദ്വാരങ്ങളെ പറഞ്ഞിരുന്നത്. അതിലൂടെ ആ ജീവാത്മാവ് പോവുകയാണ്. ശ്രുതിധരൻ എന്ന ആ ഘ്രാണശക്തിയെയാണ് അവിടെ സുഹൃത്തായിട്ട് എടുക്കുന്നത്. എന്നിട്ട് പോകുന്നു. അപ്പോൾ പോകുമ്പോൾ ഈ പ്രവൃത്തം, അതായത് പോകുന്നത് പാഞ്ചാലം, തെക്കൻ പാഞ്ചാലം, ദക്ഷിണ പാഞ്ചാലം, അതുപോലെ ഉത്തര പാഞ്ചാലം, ഈ 2 പാഞ്ചാല ദേശങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഒന്ന് അതായത് ഇടത് ഭാഗത്തു കൂടെ പോകുന്നത് കർമ്മത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടും, അതാണ് തെക്കൻ പാഞ്ചാലം. അപ്പോൾ കർമ്മം ചെയ്ത് ജീവിക്കുന്നവരാണ് അവർ. പിതൃലോകത്തെ, അതാണ് ആ ചെവിക്ക് പിതൃഹു എന്ന് പേര്. ആ വഴിക്കൂടെ പോകുമ്പോൾ പിതൃലോകത്തേക്കാണ് ആ ജീവാത്മാവ് എത്തുന്നത്. പിന്നെ വരുന്നത് അടുത്തത് ഇടതുഭാഗത്തെ പാഞ്ചാലം. ഇടതുഭാഗത്തെ പാഞ്ചാലത്തിലൂടെ പോകുമ്പോൾ അത് മുക്തിമാർഗമാണ്, മനസ്സിലായപ്പോൾ മുക്തിയിലേക്കാണ് അത് നയിക്കുന്നത്, നിവൃത്തി മാർഗം, മുക്തി. അപ്പോൾ ദേവലോകം, ദേവയാനെന്ന് വെച്ചാൽ ദേവലോകത്തിലേക്കാണ് എത്തുന്നത്. അപ്പോൾ ആ ജീവാത്മാവ് ഏറ്റവും അധികം ജ്ഞാനം സ്വീകരിക്കുന്നത് ചെവി, ആ 2 ദ്വാരങ്ങളിലൂടെയാണ് പോയിട്ട് ഘ്രാണശക്തിയെ ഉപയോഗിക്കുന്ന സുഹൃത്തിനെ ഉപയോഗിച്ച് പോയിട്ട് ആ അറിവ് സ്വീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കി. അപ്പോൾ ആ 9 ദ്വാരങ്ങളിൽ 7 ദ്വാരങ്ങളെക്കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ളത് താഴെ ഭാഗത്ത്, ആ പുരത്തിൻ്റെ താഴെ ഭാഗത്ത് പടിഞ്ഞാറായി നിൽക്കുന്ന 2 ദ്വാരങ്ങൾ. അതാണ് 14-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അസൂരി മേഢ്രം അർവാഗ് ദ്വാഹ വ്യവായോ വ്യവായഃ ഗ്രാമീണാം രതിഹി ഉപസ്ഥഃ ദുർമദഃ പ്രോക്ത നിർഋതി ഗുദ ഉച്യതേ. അവിടെ കഴിഞ്ഞില്ല, നമുക്ക് ഈ ഒരു ശ്ലോകം കൂടി പറയാം. 15 വൈശസം നരകം പായുഹു ലുബ്ധകഃ അന്തൗ തു മേ ശൃണു ഹസ്തപാദൗ പുമാം താഭ്യാം യുക്തഃ യാതി കരോതി ച. അപ്പോൾ 14-ാമത്തെ ശ്ലോകത്തിലെ ആസുരി മേഢ്രം, ആസുരി. അപ്പം നമ്മൾ 25-ാമത്തെ അധ്യായം തന്നെയാണ്, അതിലാണല്ലോ പുരഞ്ജന കഥ പറയുന്നത്. ഈ ഭാഗങ്ങളൊക്കെ പറയാം, അതിൻ്റെ തത്വമാണ് ഇവിടെ പറയുന്നത്. ആസുരി എന്ന് പറഞ്ഞാൽ മേഢ്രം, അതായത് ആ ജനനേന്ദ്രിയം വരുന്ന ഭാഗം, അതിനെ വിളിക്കുന്നതാണ് ആസുരി. ആസുരി എന്നാണ് അതിനെ, ആ ജനനേന്ദ്രിയത്തെ വിളിക്കുന്നത്. ഇനി അവിടെ അർവാഗ് ദ്വാവ് എന്ന് വെച്ചാൽ താഴെ ഭാഗത്തുള്ള ഒരു ദ്വാരമാണത്. ആ പുരിയുടെ താഴെ ഭാഗത്ത് എന്ന് വെച്ചാൽ ജനനേന്ദ്രിയത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അതിലൂടെ ഗ്രാമീണ എന്ന് വെച്ചാൽ സാധാരണ മനുഷ്യര്, വ്യവായഃ എന്ന് വെച്ചാൽ ലൈംഗിക വൃത്തികളിൽ ഏർപ്പെടുകയും, രതിഹി എന്ന് വെച്ചാൽ അതിൽ ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ജീവാത്മാവ് ആ ഒരു ആസുരി എന്ന് വിളിക്കുന്ന ആ ദ്വാരത്തിലൂടെ എന്ന് വെച്ചാൽ ജനനേന്ദ്രിയം എന്ന ദ്വാരത്തിലൂടെയാണ് പുറത്തേക്ക് പോകുന്നത്. ഉപസ്ഥഃ, ഉപസ്ഥൻ എന്ന പേരുള്ള അതിൻ്റെ ശക്തി,
അതായത് ഈ സന്താന ഉൽപാദന ശക്തി എന്ന് പറയും, ആ ശക്തിയെയാണ് ദുർമദഹ എന്ന് വിളിക്കുന്നത്. ദുർമദൻ എന്നൊരു സുഹൃത്തിനോടൊപ്പമാണ് ജീവാത്മാവ് ആ വഴിയിലൂടെ പോകുന്നത് എന്തിനാ? ഈ കാര്യങ്ങൾ, അതായത് ഗ്രാമകം എന്ന ദേശത്തേക്കാണ് പോകുന്നത് എന്ന് ആ 25ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരുന്നു. അതായത് ജനനേന്ദ്രിയത്തിൽ എന്ന ഇന്ദ്രിയത്തിലൂടെ ആ ദ്വാരത്തിലൂടെ ജീവാത്മാവാകുന്ന പുരഞ്ജനൻ സുഹൃത്താര, ആ ഒരു സന്താന ഉൽപാദന ശേഷി, ആ ശക്തിയെ, അതിനെയാണ് ദുർമദഹ എന്ന് വിളിക്കുന്നത്. ആ ദുർമദൻ എന്ന സുഹൃത്തിനെയും കൂട്ടിയിട്ട് പോകുന്നത് ലൈംഗിക വൃത്തികളിൽ ഏർപ്പെടാനും അതിനെ അനുഭവിക്കാനും അതിൽ ആകർഷിക്കപ്പെട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന ദേശം എന്ന് പറയുന്നത് ഗ്രാമകം എന്ന ദേശം. എന്ന് വെച്ചാൽ എന്താർത്ഥം? ആ ആസ്വാദനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് പ്രോക്തഹ എന്ന് വെച്ചാൽ ദുർമദൻ എന്ന സുഹൃത്ത് എന്നറിയപ്പെടുന്നത് ആ സന്താന ഉൽപാദന ശേഷിയാണ്. ഇനി അവിടെ ഒരു ദ്വാരം കൂടിയുണ്ട്, അത് മലദ്വാരം. അതിനെയാണ് ഗുദം എന്ന് വെച്ചാൽ മലദ്വാരം, നിർവൃതി എന്നാണ് ഈ ഒരു പ്രവേശന ദ്വാരത്തെ ഉച്യതേ അറിയപ്പെടുന്നത്. അപ്പോൾ മലദ്വാരമാകുന്ന അവസാനത്തെ ദ്വാരത്തെ, 9ാമത്തെ ദ്വാരത്തെ നിർവൃതി എന്നാണ് വിളിക്കുന്നത്. ഇനി അതിലൂടെ പോകുമ്പോൾ എത്തുന്ന ദേശം, അതാണ് പറയുന്നത് വൈശസം എന്ന ദേശത്തേക്കാണ് എത്തുന്നത് എന്ന് പറഞ്ഞു. വൈശസം എന്ന് പേരുള്ള ദേശം എന്ന് പറയുന്നത് നരകമാണത്. അപ്പോൾ ജീവാത്മാവ് അതിലൂടെ പോകുക എന്ന് പറഞ്ഞാൽ വൈശസം എന്ന ദേശത്തിലേക്കാണ് എത്തുന്നത് എന്ന് വെച്ചാൽ നരകമാണ്. മരണസമയത്ത് മരിക്കുന്ന സമയത്ത് ചിലരുടെ ആ പ്രാണവായു ആ മലദ്വാരത്തിലൂടെയാണ് പുറത്തേക്ക് പോകാന്ന്, അതായത് അത് നരകത്തിലേക്കാണ് ആ ജീവാത്മാവ് എത്തുക എന്നാണ് പറയുന്നത്. അപ്പോൾ ആ നരകമാകുന്ന ദേശം, അതിനെയാണ് വൈശസം എന്ന് വിളിക്കുന്നത്. അവിടേക്കാണ് എത്തുന്നത്. പായുഹു, അങ്ങനെ മലദ്വാരത്തിലൂടെ പുറത്തേക്ക് പോകുന്ന ആള്, ആ ജീവാത്മാവ് അതിനൊരു സുഹൃത്തിനെ കൂടെ കൂട്ടില്ല. ആ സുഹൃത്ത് ലുബ്ധകൻ എന്ന സുഹൃത്തിനെയും കൂട്ടിയാണ് പോകുന്നത്. എന്ന് വെച്ചാൽ മലവിസർജനം ചെയ്യാനുള്ള ആ ശക്തി, അതാണ് ലുബ്ധകൻ എന്ന സുഹൃത്തിനെയും കൂട്ടി ജീവാത്മാവ് മലദ്വാരത്തിലൂടെ മലമൂത്ര വിസർജനത്തിന് നടത്താനായിട്ട്, അതാണ് അതിൻ്റെ ഉദ്ദേശം. പോകുന്ന ദേശം വൈശസം എന്ന ദേശം. ആ അതിലൂടെ പോകുമ്പോൾ എത്തുന്നത് വൈശസം എന്ന ദേശം എന്ന് വെച്ചാൽ നരകമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് 9 ദ്വാരങ്ങൾ. ആ 9 ദ്വാരങ്ങളുടെ പേരുകൾ. അതിലൂടെ പോകുമ്പോൾ എവിടെ എത്തുന്നത്? പോകുന്ന ആളാരാ? ജീവാത്മാവ്. പോകുമ്പോൾ കൂടെ കൂട്ടുന്നത് എന്തിനെയാണ്? ആ ശക്തിയെ. കാരണം ഇന്ദ്രിയങ്ങളെല്ലാം വസ്തുക്കളാണ്, അത് പ്രവർത്തിക്കണമെങ്കിൽ ശക്തി വേണം. അപ്പം ശക്തിയാണ് സുഹൃത്തായിട്ട് സേവകന്മാരായിട്ട് കൂടെ കൂട്ടുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇത് ആത്മാവിൻ്റെ തെറ്റിദ്ധാരണയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചു. കാരണം ആത്മാവ് അവിടെ എവിടേക്കും പോകുന്നില്ല, പക്ഷെ ആത്മാവ് ഞാനാണ് ഇതൊക്കെ പോകുന്നത് ചെയ്യുന്നത് എന്ന് തെറ്റിദ്ധരിക്കുകയാണ് ഇവിടെ. മനസ്സിലായല്ലോ? അതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? ഭാര്യയ്ക്ക് അടിമപ്പെടുമ്പോൾ ശബ്ദം വരുന്നുണ്ട് കേട്ടാ മോനെ. ആ ഭാര്യയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നവനാണ് പുരഞ്ജനൻ എന്ന് വെച്ചാൽ ആ ഭൗതിക ബുദ്ധിക്ക് അടിമപ്പെട്ടിരിക്കുന്നവനാണ് പുരഞ്ജനൻ. അപ്പോൾ അങ്ങനെ അടിമപ്പെട്ടപ്പോൾ ഒരു ഭാര്യ എന്താണോ ചെയ്യുന്നത്, എന്താണോ പറയുന്നത്, അത് തന്നെയാണ് പുരഞ്ജനൻ എന്ന് പറയുന്ന ജീവാത്മാവ്. എന്ന് വെച്ചാൽ ആ ഭൗതിക ബുദ്ധി എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അതാണ് ശരി. അപ്പോൾ ആ ഭൗതിക ബുദ്ധി മായയിൽപ്പെട്ടിരിക്കുന്നത്. അപ്പം മായയാൽ നിർമ്മിതമായ ഈ ശരീരമാണ് ഞാൻ, ഇതെൻ്റെയാണ് എന്ന തോന്നൽ ഭൗതിക ബുദ്ധി ഉണ്ടാക്കിയല്ലോ. അപ്പോൾ ഈ കർമ്മമൊക്കെ ഞാനാണ് ചെയ്യുന്നത് എന്ന് ആ ജീവാത്മാവ് മായയിൽപ്പെട്ട ബുദ്ധിയാൽ നയിക്കപ്പെടുന്ന ജീവാത്മാവായതുകൊണ്ട് തെറ്റിദ്ധരിച്ച് അങ്ങനെ പോവുകയാണ്. ഇനി ഇങ്ങനെ പുരഞ്ജനൻ അവളോടൊപ്പം ആ നഗരത്തിൽ, ഈ 9 ദ്വാരങ്ങളുള്ള നഗരത്തിൽ സുഖമായിട്ട് അങ്ങനെ ജീവിച്ചു വരുമ്പോൾ ആ പുരത്തിനകത്ത്, അതായത് അന്തപുരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ പുരഞ്ജനന് ഭാര്യ, മക്കള് ഇവരെയൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു മമത തോന്നാറുണ്ട് ഹൃദയത്തിൽ എന്നൊരു ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു. അതാണ് ശ്ലോകം 16 കാണിക്കുന്നത്. അന്തപുരം ച ഹൃദയം വിഷുജിഹി മന ഉച്യതേ തത്ര മോഹം പ്രസാദം വാ ഹർഷം പ്രാപ്നോതി തദ്ഗുണൈഹി. അന്തപുരം എന്ന് പറയുന്നത്, അപ്പോൾ പുരഞ്ജനൻ അന്തപുരത്തിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ അന്തപുരം എന്ന് പറയുന്നത് ഹൃദയമാണെന്ന്. എന്ന് വെച്ചാൽ ജീവാത്മാവ് ആ ഹൃദയത്തിലാണ്. വിഷുജീനൻ എന്ന പ്രധാന സേവകൻ, അതാരാണ്? അവിടെ ഇരിക്കുന്ന വിഷുജീനൻ എന്ന ഹൃദയത്തിലിരിക്കുന്ന സേവകൻ ആരാ? ആ ശക്തി ആരാ? ഹൃദയം എന്ന് പറയുന്ന ഇന്ദ്രിയത്തിൽ ഒരു ശക്തി ഇരിക്കുന്നുണ്ട്.
അതിനെ പ്രവർത്തിപ്പിക്കുന്ന ശക്തി എന്ന് പറയുന്നത് മനഃ ഉച്യത്തെ, മനസ്സാണ്. വിഷുജീനൻ എന്നൊരു പ്രധാന സേവകനോടൊപ്പമാണ് പുരഞ്ജനൻ അന്തഃപുരത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് ആ ശ്ലോകത്തിൽ പറഞ്ഞു വെച്ചിരുന്നു. അപ്പം അന്തഃപുരം എന്ന് പറയുന്നത് ഹൃദയം, അതായത് ജീവാത്മാവ് ആ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ, അപ്പോൾ അവിടെ അതിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഹൃദയത്തിൻ്റെ അവനെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് മനസ്സാണ്. മനസ്സാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിരവധി ചിന്തകൾ. അതിനെയാണ് വിഷുജീനൻ എന്ന സേവകനോടൊപ്പമാണ് ഹൃദയത്തിലേക്ക് പ്രവേശിച്ചത് എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ മനസ്സിനോടൊപ്പമാണ് ഇരിക്കുന്നത്. അപ്പം മനസ്സ് എന്ന് വെച്ചാൽ നിരവധി ചിന്തകൾ. ഇനി തത്ര അവിടെ എത്തുമ്പോൾ ഈ ജീവാത് പുരഞ്ജനൻ തദ്ഗുണേഹി, അതായത് ആ ഗുണങ്ങൾക്കനുസരിച്ച്, അതാത് ഗുണങ്ങൾക്കനുസരിച്ച് ഉള്ള ഓരോ വികാരങ്ങളെ പ്രാപിക്കുന്നു എന്ന് വെച്ചാൽ എന്താ? മോഹം എന്ന ഒരു അവസ്ഥ മനസ്സിനുണ്ടാകുന്നു. ഒരുപാട് കാര്യങ്ങൾ മോഹിക്കാം, അതുണ്ടാകുന്നത് തമോ ഗുണത്താലാണ്. ഇനി പ്രസാദം എന്ന് വെച്ചാൽ സന്തോഷം, സംതൃപ്തി, അത് വരുന്നത് സത്വഗുണത്താലാണ്. ഇനി ഹർഷം, അതിരുകടന്ന സന്തോഷം, വല്ലാത്ത ആഹ്ലാദം, അത് വരുന്നത് എന്തിൽ നിന്നാ? ഏത് ഗുണത്തിൽ നിന്നായിരിക്കും? രജോ ഗുണത്തിൽ നിന്നാണ്. അപ്പൊ മോഹങ്ങൾ ഉണ്ടാകുന്നത് തമോ ഗുണത്തിൽ നിന്ന്, അതിയായ സന്തോഷം, വിജയാഹ്ലാദങ്ങളൊക്കെ ഉണ്ടാകുന്നത് രജോ ഗുണത്തിൽ നിന്ന്, ഒരു ആത്മസംതൃപ്തി അനുഭവപ്പെടുന്നത് സത്വഗുണത്തിൽ നിന്ന്. ഇങ്ങനെ തദ്ഗുണൈഹി, ഇങ്ങനെ അതാത് സത്വരജ തമോ ഗുണങ്ങൾക്കനുസരിച്ച് അതിന് ആ അവസ്ഥയെ പ്രാപ്നോതി എന്ന് വെച്ചാൽ പ്രാപിക്കുന്നു. അതിനനുസരിച്ചുള്ള മോഹങ്ങൾ ഉണ്ടാകുന്നു, സന്തോഷങ്ങൾ ഉണ്ടാകുന്നു, സംതൃപ്തികൾ ഉണ്ടാകുന്നു. ഈ 3 ഗുണങ്ങളും ഉണ്ടല്ലോ എല്ലാവരിലും. അതിൻ്റെ ഏറ്റക്കുറച്ചിലിനനുസരിച്ച് ഈ മനസ്സ്, ഈ ജീവാത്മാവ് ഈ മനസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഹൃദയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മനസ്സ് അവിടെ സത്വരജ തമോ ഗുണങ്ങൾക്കനുസരിച്ചുള്ള അതിനനുസരിച്ചുള്ള വികാരങ്ങൾ ആ മനസ്സിനകത്ത് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് അന്തഃപുരത്തിലേക്ക് കടന്നപ്പോൾ കുടുംബത്തെ, ഭാര്യയെയും മക്കളെയൊക്കെ കണ്ടപ്പോൾ ഒരുപാട് മമത വന്നു എന്ന് പറഞ്ഞത്. ഇനി ശ്ലോകം 17. യഥാ യഥാ വിക്രിയതേ ഗുണ അക്തഃ വികരോദിവ തദാ തദാ ഉപദ്രഷ്ട ആത്മാ തദ് വൃത്തി അനുകാര്യതേ. യഥാ യഥാ വിക്രിയതേ ഗുണ അക്തഃ വികരോതി വ തഥാ തഥാ ഉപദ്രഷ്ട ആത്മാ തത് വൃത്തി അനുകാര്യതേ. യഥാ യഥാ, എപ്പോഴൊക്കെയാണോ ആ പുരഞ്ജനി എന്ന ഭാര്യ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ? ആ ബുദ്ധി, ഭൗതിക ബുദ്ധി ഈ പുരഞ്ജനനെ ഗുണോക്ത എന്ന് വെച്ചാൽ പറയുന്നത് പ്രകൃതിയുടെ ത്രിഗുണങ്ങളോട് സമ്പർക്കം വെച്ചിട്ട്, അതായത് സത്വരജ തമോ ഗുണങ്ങളോടുള്ള കലർപ്പിനാൽ പുരഞ്ജനനെ, അതായത് ആത്മാവിനെ വിക്രിയതേ, അതായത് വികരോധി എന്ന് വെച്ചാൽ വികാരങ്ങളാൽ, വിക്രിയതേ എന്ന് വെച്ചാൽ വിക്ഷുബ്ധമാക്കുക എന്ന് വെച്ചാൽ ജീവാത്മാവിലെ ആ മനസ്സ് ചലിച്ചു തുടങ്ങിയല്ലോ. അപ്പോൾ സത്വരജ തമോ ഗുണങ്ങൾക്കനുസരിച്ച് ഈ മനസ്സിൻ്റെ ഉള്ളിലെ വികാരങ്ങൾ കൊണ്ട് പ്രക്ഷുബ്ധമാവുമ്പോൾ, അതായത് വികാരങ്ങൾ ഉണ്ടാക്കുന്നത് എപ്പോഴൊക്കെയാണോ തഥാ അപ്പോഴൊക്കെ യഥാർത്ഥത്തിൽ ഉപദ്രഷ്ട എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാത്തിനും സാക്ഷിയായി കണ്ടുകൊണ്ടിരിക്കുന്നവനായിട്ടുള്ള ആ ജീവാത്മാവ്. അപ്പോൾ ഒന്നും ചെയ്യണില്ല, ശരീരവും മനസ്സും ബുദ്ധിയും ഒക്കെ പ്രവർത്തിക്കുന്നത് ഇങ്ങനെ നോക്കിയിരിക്കുന്ന സാക്ഷിയാണ്. മനസ്സിലായോ? അതാണ് നമ്മൾ ആ ഉള്ളിലാണ് ഈശ്വരൻ എന്നിരിക്കുന്നത്, എല്ലാത്തിനും സാക്ഷിയായിരിക്കുന്ന ആ ജീവാത്മാവ്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഉപദ്രഷ്ട ആ ജീവാത്മാവ്. തത് വൃത്തി, ഈ വൃത്തികളൊക്കെ, അതായത് ഈ മനസ്സ് ചെയ്യുന്ന പ്രവർത്തികൾ ഇതൊക്കെ അനുകാര്യതയെ, അതിനെയൊക്കെ അനുകരിക്കുന്നു. കാരണം ഇത് ഞാനാണ് ചെയ്യുന്നത് എന്ന് വിചാരിച്ച് അനുകരിക്കുന്നു. മനസ്സ് പറഞ്ഞു കൊടുക്കുന്നു, ബുദ്ധി തീരുമാനിക്കുന്നു, ഭാര്യ പറഞ്ഞു കൊടുക്കുന്നു, അപ്പോൾ ബുദ്ധിയാകുന്ന ഭാര്യ ചെയ്യുന്നു. അപ്പോൾ അത് കാണുമ്പോൾ ജീവാത്മാവ് അതിനെ അനുകരിക്കുന്നു എന്ന് വെച്ചാൽ ഞാനാണ് ചെയ്യുന്നത് എന്ന് കരുതുന്നു. അപ്പോൾ എപ്പോഴൊക്കെയാണോ ആ പുരഞ്ജനിയാകുന്ന ഭാര്യ ഈ പുരഞ്ജനനെ എന്തൊക്കെയാണോ പറഞ്ഞു കൊടുത്തത് അതൊക്കെയാണല്ലോ പുരഞ്ജനൻ അനുസരിക്കുന്നത്. അതായത് ആ ഭൗതിക ബുദ്ധി എപ്പോഴൊക്കെയാണോ ഈ മനസ്സിനെ ഇങ്ങനെ പല പല വികാരങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നത്, അപ്പോഴൊക്കെ ആ വികാരങ്ങൾക്കനുസരിച്ച് ഈ ജീവാത്മാവും ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനാണ് മോഹിക്കുന്നത്, ഞാനാണ് കോപിക്കുന്നത്, ഞാനാണ് ഭയക്കുന്നത്, എല്ലാ കാമക്രോധ വികാരങ്ങളും അപ്പോഴൊക്കെ ജീവാത്മാവ് എനിക്കാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് തെറ്റിദ്ധരിക്കുന്നു. എനിക്ക് ഭയം വരുന്നു, അതുകൊണ്ടാണ് നമ്മളൊക്കെ അയ്യോ എനിക്ക് ഭയം വരുന്നു, അല്ലെങ്കിൽ എനിക്ക് വിഷമം തോന്നുന്നു, ദുഃഖം വരുന്നു, എനിക്ക് ദുഃഖം വരുന്നു, അല്ലെങ്കിൽ
എനിക്ക് വളരെ സന്തോഷമായി, അല്ലെങ്കിൽ എനിക്ക് വളരെ വിഷമമായി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. ഞാൻ വേദനിക്കുന്നു, ഞാൻ ദുഃഖിക്കുന്നു, ഞാൻ സന്തോഷിക്കുന്നു, എനിക്ക് സന്തോഷമാണ്, എനിക്ക് ടെൻഷനാണ്, ഇതൊക്കെ നമ്മൾ ഭയമാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതേ നമ്മൾ തന്നെ പറയാറുണ്ട് ഇതെൻ്റെ ശരീരമാണെന്ന്, ഇതെൻ്റെ ശരീരമാണ് എന്നും പറയാറുണ്ട്. അപ്പോൾ രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് വെച്ചേക്കും. അപ്പോൾ ഇതെൻ്റെ ശരീരമാണെന്ന് നമ്മൾ പറയാറുണ്ട്. എന്ന് വെച്ചാൽ ഈ ശരീരത്തിന് ഉടമസ്ഥനായിട്ട് ഒരാൾ ഉണ്ട്. ഈ ശരീരം ഞാനല്ല, ശരീരത്തിന് ഉടമസ്ഥനാണ് ഞാൻ. അതുകൊണ്ടാണ് ഇത് എൻ്റെ ശരീരമാണെന്ന് നമ്മൾ പറയുന്നത്. അതേ നമ്മൾ തന്നെയാണ് പറയുന്നത് എനിക്ക് വേദനിക്കുന്നു, ശരീരം ഞാനല്ലെങ്കിൽ എനിക്ക് വേദനിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു. അല്ലെങ്കിൽ എനിക്ക് ദുഃഖം വരുന്നു, എനിക്ക് ഭയം വരുന്നു, എനിക്ക് ടെൻഷൻ വരുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നു. യഥാർത്ഥത്തിൽ ആ ആൾക്ക്, ആ ഉടമസ്ഥന് ഇതൊന്നുമില്ല. അത് ആ ഭൗതിക ബുദ്ധിയുടെ ആ ഭ്രമത്തിൽപ്പെട്ടിട്ട് അതിനടിമയായി ഇരിക്കുമ്പോൾ ജീവാത്മാവ് തെറ്റിദ്ധരിച്ചിട്ട്, ഇതിനൊക്കെ സാക്ഷിയായിരിക്കുന്ന ആത്മാവ് തെറ്റിദ്ധരിച്ചിട്ട് എനിക്കാണ് ഈ വികാരങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്ന് പറയുന്നതാണ്. ഇനി ശ്ലോകം 18, 19, 20 ഒരുമിച്ച്. ദേഹോ രഥഃ തു രഥസ്തു ഇന്ദ്രിയ അശ്വഃ സംവത്സര രയഃ അഗതിഃ ദ്വികർമ്മ ചക്രഃ ത്രിഗുണ ധ്വജഃ പഞ്ച അസുബന്ധുരഃ മനോരശ്മിഃ ബുദ്ധിസുതഃ ഹൃദ് നീഡഃ ദ്വന്ദ്വകൂബരഃ പഞ്ച ഇന്ദ്രിയ അർത്ഥ പ്രക്ഷേപഃ സപ്തധാതു വരൂദകഃ ആഗൂതിഃ വിക്രമഃ ബാഹ്യോ മൃഗതൃഷ്ണാം പ്രതാപതി ഏകദശ ഇന്ദ്രിയ ചമുഹു പഞ്ചസൂന വിനോദകൃത്. ഇനി പറയുന്നത് എന്താണെന്നറിയോ? അത്രയും ഭാഗങ്ങൾ. അപ്പം ഇതുവരെയുള്ള ഈ 17ാമത്തെ ശ്ലോകം പറഞ്ഞതോടുകൂടി കഴിഞ്ഞതിലെ 25ാമത്തെ അധ്യായം അവിടെ അവസാനിച്ചു. അതായത് പുരഞ്ജന രാജാവ് ആ നഗരം, ഇതിനെക്കുറിച്ചൊക്കെ, ആ കൊട്ടാരത്തിൻ്റെ അന്തപുരത്തിലേക്ക് വരുന്നതും ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ 25ാമത്തെ അധ്യായം അവസാനിച്ചു. പിന്നെ 26ാമത്തെ അധ്യായത്തിൽ എന്താ പറയുന്നത്? പുരഞ്ജന രാജാവ് നായാട്ടിന് പോകുന്നു അല്ലേ, എന്നാൽ ഭാര്യയെ കൂട്ടുന്നില്ല. എന്നിട്ട് തിരിച്ചു വന്നപ്പോൾ കോപിച്ചിരിക്കുകയാണ് ഭാര്യ. അപ്പൊ ഭാര്യയെ സാന്ത്വനിപ്പിക്കുന്നു, അവസാനം അവളുടെ കോപമൊക്കെ മാറുന്നു. ഇതാണ് 26ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്. അപ്പൊ ഇവിടെ രാജാവ് പുരഞ്ജനൻ നായാട്ടിന് പോകുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് ഇവിടെ പറയുന്നത്. ആദ്യം രഥത്തിൽ കയറി എന്നാ പറയുന്നത്. ദേഹഃ രഥഃ തു, ശരീരമാണ് രഥം. അപ്പൊ ആത്മാവ്, പുരഞ്ജനൻ രഥത്തിൽ കയറി നായാട്ടിന് പോകുന്നു എന്ന് പറഞ്ഞാൽ ആത്മാവ് ശരീരത്തിലേക്ക്, ആ ജീവാത്മാവ് രഥത്തിൽ കയറി ശരീരത്തിൽ ഇരുന്ന് ഇന്ദ്രിയ അശ്വഹ, ആ രഥത്തിന്റെ പ്രത്യേകത അതിനെ നയിക്കുന്ന 5 കുതിരകൾ എന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ. ഇനി ഈ ഇന്ദ്രിയങ്ങൾക്കപ്പുറം മറ്റൊരാളുണ്ടല്ലോ, ഈ കുതിരകളുടെ കടിഞ്ഞാണാകുന്ന കയറ് എന്ന് പറയുന്നത് ആരാ? മനസ്സാണ്. ആ മനസ്സിന്റെ പ്രത്യേകത എന്താ? സംവത്സരഹ എന്ന് വെച്ചാൽ വർഷം, കാലം പോകുന്നത് പോലെ, രയഹ അത്രയ്ക്ക് വേഗതയിൽ ഓടുന്നതാണ്. എന്നാൽ അഗതിഹി, യഥാർത്ഥത്തിൽ മനസ്സ് ചലിക്കുന്നില്ല, ഗതിയില്ല. ഒരു ഗതി എന്ന് വെച്ചാൽ പ്രയാണം ഇല്ലാത്തത്, യാത്ര ചെയ്യാത്തതാണ് മനസ്സ്. യഥാർത്ഥത്തിൽ നിശ്ചലമാണ്. പക്ഷേ ഈ ഭൗതിക ബുദ്ധി ഈ മായയിൽ പെട്ടിരിക്കുമ്പോൾ മനസ്സ് കാലം പോകുന്ന പോലെയാണ്. അത്രയ്ക്കും വേഗതയിലാണ് മനസ്സിലെ ഓരോ ചിന്തകളും. സമയത്തെ നമുക്ക് പിടിച്ചെടുത്താൻ പറ്റുമോ? അര സെക്കൻഡ് ഉണ്ടെങ്കിൽ ഉടനെ അടുത്ത സെക്കൻഡായി, ഒരു സെക്കൻഡായി, ഇങ്ങനെ പോവാണ്. അതിനെ പിടിച്ചെടുത്താൻ പറ്റില്ല. അതേപോലെയാണ് മനസ്സ്, കടിഞ്ഞാണില്ലാണ്ടുള്ള പ്രയാണമാണ്. യഥാർത്ഥത്തിൽ മനസ്സ് നിശ്ചലമാണ്. പക്ഷെ മായയിൽ പെടുമ്പോഴാണ് ഈ ചിന്തകളാകുന്ന പ്രയാണം യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രഥം എന്ന് പറയുന്നത് ശരീരം, കുതിരകൾ എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങൾ. ഇനി ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു വളരെ വേഗത്തിൽ, അതായത് വർഷം പോകുന്ന പോലെ വേഗതയുള്ള ഒരാൾ കൂടി അതിലുണ്ട്. എന്നാൽ ആ ആൾ അഗതി, യഥാർത്ഥത്തിൽ യാത്ര ചെയ്യാത്തതാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് മനസ്സാണെന്ന് പറഞ്ഞിട്ടില്ല, അതിനി വരുന്നു. ഇനി ദ്വികർമ്മ ചക്രഹ, 2 കർമ്മങ്ങളുണ്ട്. അതാണ് ആ രഥത്തിന്റെ ചക്രം. അപ്പൊ അതായത് ആ ശരീരമാകുന്ന രഥത്തിൽ ഇരുന്ന് ഓടുമ്പോൾ ചക്രമാണല്ലോ ഓടിക്കുന്നത്. ആ ചക്രം തിരിഞ്ഞു പോകുമ്പോൾ 2 തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യും. എന്താ? സത്കർമ്മങ്ങൾ, പാപകർമ്മങ്ങളും പുണ്യകർമ്മങ്ങളും ചെയ്യും ഇല്ലേ? അതാണ് ആ 2 ചക്രങ്ങൾ. ഇനി ത്രിഗുണ ധ്വജഃ, അതായത് രഥത്തിന്റെ പതാക എന്ന് പറയുന്നത് സത്വരജതമോ ഗുണങ്ങൾ. ഇനി പഞ്ച അസുഹു ബന്ധുരഹ, ഈ ശരീരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് പഞ്ച അസുഹു
5 പ്രാണനുകൾ കൊണ്ടാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു അല്ലേ, ആ 5 പ്രാണൻ കൊണ്ടാണ് ഈ ശരീരം ബന്ധിക്കപ്പെട്ടിരിക്കണമെന്ന് വെച്ചാൽ ഈ 5 പ്രാണൻ ഉള്ളിടത്തോളം കാലം ആ ശരീരത്തിന് യാതൊരു കേടുമില്ല. ആത്മാവ് ഈ ശരീരത്തിൽ ഇരിക്കുന്നത് ഈ 5 പ്രാണന്റെ സുരക്ഷിത വലയത്തിലാണ്. ഈ 5 പ്രാണനാണ് പുരഞ്ജനിയുടെ മുന്നിലുള്ള സർപ്പം എന്ന് പറഞ്ഞിരുന്നത് അല്ലെ, 5 തലയുള്ള നാഗ് എന്ന് പറയുന്നത്. അത് പോവാത്തോടത്തോളം ഈ ശരീരത്തിൽ ആ ആത്മാവ് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അതാണ് ബന്ധുരഹ, ബന്ധനം ചെയ്തിരിക്കുന്നത് 5 പ്രാണൻ കൊണ്ട്. ഇനി മനോരശ്മിഹി, അതായത് രശ്മി, മനസ്സാണ് അവിടെ രശ്മിയായിട്ട്, അതായത് കയറായിട്ട് ഇരിക്കുന്നത്. ഈ 5 കുതിരകളെ നിയന്ത്രിക്കുന്ന കടിഞ്ഞാണായിട്ടിരിക്കുന്നത്. ഇനി ഈ കടിഞ്ഞാൺ ആരുടെ കയ്യിലായിരിക്കും? ബുദ്ധിസുതഹ, അതായത് സാരഥിയുടെ കയ്യിലായിരിക്കും കടിഞ്ഞാൺ. അപ്പോൾ മനസ്സാകുന്ന കടിഞ്ഞാൺ ആരുടെ കയ്യിലായിരിക്കണേ? ബുദ്ധിയുടെ കയ്യില്. ഇനി ഹൃത് നീഡഹ എന്ന് വെച്ചാല് ഹൃദയം എന്ന് പറയുന്നത് നീഡം, ഇരിപ്പിടം, ഹൃദയമാകുന്ന ഇരിപ്പിടത്തിൽ. അപ്പോൾ ആ രഥത്തിലെ ഹൃദയമാകുന്ന ഇരിപ്പിടത്തിലാണ് ഈ ഞാൻ എന്ന് പറഞ്ഞിട്ട് ആള് ഈ ജീവാത്മാവ് ഇരിക്കുന്നത്. ദ്വന്ദ്വ കൂപുരഹ, ദ്വന്ദ്വം 2 വിധത്തിലുള്ള പടക്കോപ്പുകൾ വെക്കുന്ന സ്ഥലം, അതാണ് കൂപുരം എന്ന് പറയുന്നത്. 2 വിധം എന്ന് പറഞ്ഞാൽ സുഖങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞതാണ്. ആ രഥത്തിനകത്ത് സുഖവും ദുഃഖങ്ങളും ഉണ്ട് അല്ലെ, ആ ശരീരത്തിലിരിക്കുമ്പോൾ. അതാണ് ആ ദ്വന്ദ്വം എന്ന് പറയുന്ന സുഖങ്ങളും സുഖം നിറഞ്ഞ അനുഭവങ്ങളും ദുഃഖം നിറഞ്ഞ അനുഭവങ്ങളും. അതാണ് കൂപുരഹ എന്ന് പറഞ്ഞാൽ അർത്ഥം പടചമയങ്ങളുടെ സ്ഥാനം, അതായത് ആ പട വെട്ടുന്ന ചമയങ്ങൾ വെക്കുന്ന സ്ഥാനം. ഇനി പഞ്ചേന്ദ്രിയ അർത്ഥ പ്രക്ഷേപ, പ്രക്ഷേപം എന്നാൽ ആയുധം. ആ പടച്ചമയങ്ങളൊക്കെ വെക്കുന്നിടത്ത് ആയുധങ്ങളുണ്ടല്ലോ, ഈ ആയുധം എന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയ വിഷയം, പഞ്ചേന്ദ്രിയങ്ങളുടെ വിഷയങ്ങൾ. അതായത് എനിക്ക് നെറ്റ് പോണ്ട്, എനിക്കറിയാതെ ഇന്നത്തെ നെറ്റിന് നല്ല കംപ്ലൈന്റ് ഉണ്ട്, ഇന്ന് കാലത്തൊട്ടേ ഉണ്ട്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു. അത് ക്ലിയർ ആവാത്ത ഭാഗം ഉണ്ടെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചോദിക്കണം കേട്ടോ. ഇതുവരെയുള്ളത് ക്ലിയർ ആയോ? 17 വരെയുള്ളത് പോകുന്നുണ്ട് അല്ലേ? അല്ല, അപ്പൊ അത് ഇനിയിപ്പോ നമ്മുടെ ഓഡിയോയില് കറക്റ്റ് ആയിട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ 18, 19, 20 പറയുന്നത്, അപ്പോൾ മനസ്സ്, കയറെന്ന് പറയുന്നത് മനസ്സ്, സാരഥി എന്ന് പറയുന്നത് ബുദ്ധി, ഇരിപ്പിടമാണ് ഹൃദയം. ആ രഥത്തിലെ ഇരിപ്പിടം എന്ന് പറയുന്നത് ഹൃദയം. ആ രഥത്തിനകത്ത് പടക്കോപ്പുകൾ വെച്ചിരിക്കുന്ന ആ സ്ഥാനമാണ് അവിടെ ദ്വന്ദ്വം. ആ പടക്കോപ്പുകൾ വെച്ചിരിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് സുഖവും ദുഃഖവും നിറഞ്ഞ അനുഭവങ്ങൾ. ഇനി ആയുധം എന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങളുടെ വിഷയങ്ങൾ എന്ന് വെച്ചാൽ ശബ്ദം, രുചി, രസം, ഗന്ധം അല്ലേ, അതൊക്കെയാണ് ആയുധങ്ങൾ. ഈ സപ്തധാതു വരൂതക, സപ്തധാതുക്കളാൽ വരൂതക ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നതാണ്. ആ രഥം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് സപ്തധാതുക്കൾ, അതൊക്കെ അറിയാലോ. ഇനി ഇങ്ങനെയാണ് ആ രഥത്തിന്റെ പ്രത്യേകത. ഇനി അത് കഴിഞ്ഞ് ആകൂതി, ആകൂതി എന്ന് വെച്ചാൽ കർമ്മേന്ദ്രിയങ്ങൾ. ഈ കർമ്മേന്ദ്രിയങ്ങളാൽ വിക്രമഹ, ഈ രഥം പ്രവർത്തിക്കുന്നത് കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടാണ്, അതറിയാലോ. അതായത് കൈ, കാല്, ഈ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടാണ് രഥം പ്രവർത്തിക്കുന്നത്. അങ്ങനെ ബാഹ്യഹ, പുറത്ത്, രഥത്തിന്റെ പുറത്താണ് ഈ കർമ്മേന്ദ്രിയങ്ങൾ വരുന്നത്. ഈ ആകൂതി എന്ന പേരിൽ അറിയപ്പെടുന്ന കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടാണ് രഥം പ്രവർത്തിക്കുന്നത്. അങ്ങനെ ആ രഥത്തിലിരുന്ന് ജീവാത്മാവ്, പുരഞ്ജനൻ നായാട്ടിന് പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ രഥത്തിലിരിക്കുന്ന ജീവാത്മാവ് മൃഗതൃഷ്ണ, അതായത് മിഥ്യാധാരണ, തെറ്റായിട്ടുള്ള കുറേ, ഇതൊക്കെയാണ് യാഥാർത്ഥ്യം എന്ന് വെച്ച് മിഥ്യാധാരണയാൽ പ്രതാപതി, ആ അവസ്ഥയിൽ അങ്ങനെ പെട്ടുപോയി എന്ന്, അതിൻ്റെ പിന്നാലെ മനസ്സ് കൊണ്ടുപോകുന്ന, അതായത് കടിഞ്ഞാണാണല്ലോ കുതിരേനെ പായിക്കുന്നത്, ആ കയറ്. അപ്പോൾ ആ മനസ്സ് കൊണ്ടുപോകും. ഈ ഭൗതിക ബുദ്ധിയാണ് സാരഥിയായിട്ടിരിക്കുന്നത്. അപ്പോൾ അവരെവിടേക്കാണ് കൊണ്ടുപോകുന്ന മിഥ്യാധാരണ, ഇതൊക്കെ യാഥാർത്ഥ്യമാണ് എന്നുള്ള ധാരണയുടെ പിന്നാലെ പ്രതാപതി എന്ന് വെച്ചാൽ പായുന്നു എന്ന്. ആ പായുമ്പോൾ ഏകദശ ഇന്ദ്രിയ ചമുഹു, 11 ഭടന്മാർ, ചമു എന്ന് വെച്ചാൽ ഭടന്മാരും ഉണ്ട് എന്ന്. അങ്ങനെ പായുമ്പോൾ 11 ഭടന്മാർ എന്ന് വെച്ചാൽ 5 പഞ്ചേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്. അങ്ങനെ പായുമ്പോൾ കൂടെ 11 ഭടന്മാരോടൊപ്പം ആ രഥത്തിലിരുന്ന് ആ മനസ്സും ബുദ്ധിയും നയിക്കുന്നതിനനുസരിച്ച് ഈ മിഥ്യാധാരണയിൽപ്പെട്ട് അങ്ങോട്ട് പായാണ് ജീവാത്മാവ്. അങ്ങനെ പഞ്ചസൂന വിനോദകൃത്ത്, അങ്ങനെ ഇരുന്ന് ആ ശരീരത്തിൽ ഇരുന്നിട്ട് പായുന്നത് എവിടേക്കാ? രാജാവ് എന്തിനാണ് നായാട്ടിന് പോകുന്നത്? മൃഗങ്ങളെ വേട്ടയാടുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് രാജാവ് ഒരു രഥത്തിൽ കയറി ഇരുന്ന് നായാട്ടിന് പോകുന്നത്.
ഇവിടെ ജീവാത്മാവ് ആ ശരീരത്തിൽ കയറി ഇരുന്ന് ഈ പഞ്ചേന്ദ്രിയങ്ങൾ ഒക്കെ ആകുന്ന കുതിരകളെ പൂട്ടിയ പോയാ കിട്ടുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ആ, പഞ്ചേന്ദ്രിയങ്ങളാകുന്ന കുതിരയെ പൂട്ടിയ മനസ്സാകുന്ന കടിഞ്ഞാൻ ബുദ്ധിയാകുന്ന സാരഥിയോടൊപ്പം ഇരുന്ന് അത് മുന്നോട്ട് പോകുമ്പോൾ ഇവർ പഞ്ചസൂന വിനോദകൃത്ത് ഒരുപാട് സന്തോഷത്തോടു കൂടി വിനോദം, നായാട്ട് ഒരു വിനോദമാണല്ലോ, എന്നിട്ട് മൃഗങ്ങളെ കൊല്ലുക എന്നുള്ളത് ഒരു വിനോദമാണ്. ഇവിടെ ആ ഒരു ശരീരത്തിൽ ഇരുന്ന് ജീവിച്ച് ഒരുപാട് ഹിംസ നിറഞ്ഞ പ്രവൃത്തികൾ ചെയ്യുന്നു, മനസ്സിലായ? അതായത് യഥാർത്ഥ ലക്ഷ്യത്തിലേക്കല്ല പോകുന്നത്. പല പല രഥത്തിൽ കയറിയിട്ടും രാജാവിന് നായാട്ട് പൂർത്തിയാക്കാൻ കഴിയാത്തതുപോലെ, ലക്ഷ്യത്തിലേക്ക് സ്വന്തം അസ്തിത്വത്തെ തിരിച്ചറിയാൻ കഴിയാത്തതുപോലെ ജീവാത്മാവ് ആ ശരീരത്തിലേക്ക് കയറിയിട്ട്, രഥമാകുന്ന ശരീരത്തിൽ കയറിയിരുന്നിട്ട് ഓടുകയാണ്. അതിൽ പാപവും പുണ്യവും നിറഞ്ഞ പ്രവർത്തികൾ, മനസ്സും ബുദ്ധിയും തെറ്റായ വഴിക്ക് നയിച്ച് പാപവും പുണ്യവും നിറഞ്ഞ പ്രവർത്തികളൊക്കെ ചെയ്യുന്നു. സ്വന്തം അസ്തിത്വത്തെ മാത്രം അറിയാതെ പല ഹിംസ നിറഞ്ഞ കർമ്മങ്ങളും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടുമൊക്കെ ഹിംസാത്മകമായ പ്രവൃത്തികൾ ചെയ്ത് പായുന്നു. ഇതിനെയാണ് നമ്മൾ ആ 26-ാമത്തെ അധ്യായത്തിൽ പുരഞ്ജനൻ നായാട്ടിന് പോയി എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, അവിടെ പോകുമ്പോൾ അങ്ങനെ പോകുമ്പോൾ ഭാര്യയെ കൂടെ കൂട്ടാതെയാണ് പുരഞ്ജനൻ പോയത് എന്ന് പറഞ്ഞു. പുരഞ്ജന ആദ്യമായിട്ടാണ് പുരഞ്ജനി ഇല്ലാതെ ഒരു നായാട്ടിന് ഒരു കാര്യത്തിന് പോകുന്നത് എന്ന് പറഞ്ഞിരുന്നു. അതപ്പോൾ എങ്ങനെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം? ഭാര്യയെ കൂട്ടാതെയാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഈ തത്വത്തിലേക്ക് നോക്കുമ്പോൾ ജീവാത്മാവ്, ഭാര്യ എന്ന് പറയുന്നത് ഭൗതിക ബുദ്ധിയാണ്. ബുദ്ധിയെ കൂട്ടാതെ ആരെയും കൊണ്ടാണ് പോകുന്നത്? ബുദ്ധി അവിടെ ഉറങ്ങിക്കിടക്കുക, മനസ്സിൻ്റെ പിന്നാലെ മനസ്സിനെയും കൊണ്ടാണ് പോകുന്നത് എന്ന് വെച്ചാൽ അത് നമ്മൾ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ഏത് അവസ്ഥയായിരിക്കും? ബുദ്ധിയെ കൂട്ടാതെ നമ്മൾ പോവാറില്ലേ? ഉറക്കം. നല്ല ഗാഠനിദ്രയിൽ നമ്മൾ സ്വപ്നം കാണുകയാണെന്ന് വിചാരിക്കാം. മനസ്സ് പ്രബലമായിരിക്കും, പക്ഷെ ബുദ്ധി അവിടെ പ്രവർത്തിക്കുന്നില്ല, അല്ലേ? ബുദ്ധി പ്രവർത്തിക്കില്ല, പക്ഷെ മനസ്സ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നല്ല ഉറക്കത്തിൽ നമ്മൾ സ്വപ്നം കാണുമ്പോൾ സ്വപ്നത്തിൽ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല, മനസ്സ് മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. അതായത് ജീവാത്മാവ് ആ ശരീരത്തിൽ ഇരുന്ന് ഉറങ്ങുന്ന സമയത്ത് സ്വപ്നം കാണുമല്ലോ. സ്വപ്നം കാണുമ്പോൾ ഉള്ള ജീവാത്മാവിൻ്റെ യാത്ര, അതാണ് പുരഞ്ജനൻ നായാട്ടിന് പോയി എന്ന് 26-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്. അതിങ്ങനെയാണെന്ന്. അപ്പോൾ രഥത്തിൽ കയറി എന്ന് പറയുന്നത് എന്താ? നമ്മൾ സ്വപ്നം കാണുമ്പോൾ നമുക്ക് ശരീരം ഇല്ലാണ്ടാണോ നമ്മൾ സ്വപ്നം കാണുന്നത്? നമ്മൾ ഒരു സ്വപ്നത്തിൽ നമുക്കൊരു ശരീരം ഉണ്ട്, അല്ലേ? നമ്മളിപ്പോൾ ഒരു സ്വപ്നം കാണുകയാണ്, നമ്മളിപ്പോൾ ഏതോ ഒരു അമ്പലത്തിലേക്ക് പോകുന്നു എന്ന്. നമുക്കൊരു ശരീരമുണ്ട്. നമ്മൾ ആ ശരീരമായിട്ടാണ് ഇങ്ങനെ ഒരു രൂപത്തിൽ, ഒരു ശരീരത്തിൽ, അതിപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ശരീരമാവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിലായിരിക്കാം. ഏതോ ഒരു ശരീരരൂപത്തിൽ നമ്മളിങ്ങനെ ആ ക്ഷേത്ര ദർശനം നടത്തുന്നതൊക്കെ ആയിട്ട് നമ്മൾ സ്വപ്നം കാണുന്നത് വിചാരിക്കാം. അപ്പോൾ ആ സ്വപ്നത്തിൽ നമുക്കൊരു ശരീരമുണ്ട്, അതാണ് രഥത്തിൽ കയറി എന്ന് പറഞ്ഞത്. പക്ഷേ ഈ സ്വപ്നത്തിൽ സ്വപ്നം നടക്കുന്ന സമയത്ത് ബുദ്ധി പ്രവർത്തിക്കുന്നില്ല. അതാണ് ജീവാത്മാവ് ആ സ്വപ്നത്തിലെ ശരീരത്തിൽ കയറിയിട്ട് യാത്ര ചെയ്യുമ്പോൾ ഭാര്യയെ കൊണ്ടുപോയില്ല എന്ന് പറയുന്നതിൻ്റെ യാത്ര. അതാണ് അതിൻ്റെ. അപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ്റെ ഉറക്കത്തിൽ സ്വപ്നം കാണുന്ന ആ അവസ്ഥയെയാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ആകൂതി വിക്രമഹ ബാഹ്യഹ എന്ന് പറഞ്ഞാൽ എന്താ? അത് സ്വപ്നത്തിൽ നിന്നൊക്കെ ഉണർന്നു സാധാരണ സമയം പണിയെടുക്കുന്ന ജാഗ്രതാവസ്ഥയാണ്. അപ്പോൾ ശരീരത്തിൻ്റെ പുറത്തുള്ള കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടാണ് ആ ശരീരം, ആ ജീവാത്മാവ് കർമ്മം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ജാഗ്രതാവസ്ഥയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ 18ഉം 19ഉം ശ്ലോകത്തിൽ സ്വപ്നാവസ്ഥയെയാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ആ 26-ാമത്തെ അധ്യായത്തിലെ നായാട്ടിന് പോയി എന്ന് പറഞ്ഞത്. ഭാര്യയില്ലാതെ പോയി എന്ന് പറഞ്ഞത്. എന്നിട്ട് തിരിച്ചു വന്നപ്പോൾ ഭാര്യ പിണങ്ങി എന്നൊക്കെ പറയുന്നത് അത് ആ കഥയുടെ ഒരു രസത്തിന് വേണ്ടി അങ്ങനെ പറയുന്നതാണ്. പക്ഷേ അതൊന്നും ഇവിടെ നമ്മൾ കാര്യമായിട്ട് എടുക്കണ്ട, അതിൻ്റെ തത്വത്തെ മാത്രം നമ്മളിവിടെ എടുക്കുക. അപ്പം നായാട്ടിന് പോയി എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായല്ലോ, അല്ലേ? പിന്നെ ജാഗ്രതാവസ്ഥയിലുള്ള കർമ്മങ്ങളും ചെയ്തു, അതാണ് പറഞ്ഞത്. ഇനി നമ്മൾ ശ്ലോകം 21ലേക്ക് കടന്നു. സംവത്സര ചണ്ഡവേഗഃ കാലഃ യേന ഉപലക്ഷിതഃ തസ്യ അഹാനി ഇഹ ഗന്ധർവ്യോ രാത്രയഃ സ്മൃതഃ
ഹരന്തി ആയുഹു പരിക്രാന്ത്യ ഷഷ്ടി ഉത്തര ശതത്രയം. ഇനി അങ്ങനെ 26-ാമത്തെ അധ്യായം പറഞ്ഞത് ഓർമ്മയുണ്ട? അങ്ങനെ അവളോടൊപ്പം സുഖമായിട്ട് അങ്ങനെ തിരിച്ചു വന്നു, അവളെ സന്തോഷിപ്പിച്ചു. അവൾ പിണങ്ങിയിരിക്കുകയാണെന്ന് മനസ്സിലായപ്പോൾ സന്തോഷിപ്പിച്ചു. അങ്ങനെ അവൾ പിന്നെ ആ പിണക്കമൊക്കെ മാറ്റി അവരെങ്ങനെ സുഖമായിട്ട് കുറേ വർഷങ്ങൾ ഒരുമിച്ച് ജീവിച്ചു ആ പുരിയിൽ എന്നാണ് പറയുന്നത്. ആ ഭൗതിക ബുദ്ധിയോടൊപ്പം ആ ജീവാത്മാവ് കുറേ വർഷം അങ്ങനെ ഒരുമിച്ച് ആ ദേഹത്തിൽ വസിച്ചു എന്നർത്ഥം. അങ്ങനെ കാലങ്ങൾ കടന്നു പോയപ്പോൾ പിന്നെ 27-ാമത്തെ അധ്യായത്തിൽ നമ്മൾ എന്താ കണ്ടത്? കാലകന്യയെ കുറിച്ചാണ് അല്ലേ? എന്ന് വെച്ചാൽ വർഷങ്ങൾ കടന്നു, ഈ ശരീരത്തിന് വാർദ്ധക്യം ബാധിക്കാൻ തുടങ്ങി. അതാണ് കാലകന്യയുടെ ചരിതമായിട്ട് നമ്മൾ മനസ്സിലാക്കിയത്. അതാണ് ഇവിടെ പറയുന്നത്. അവിടെ കാലകന്യയുടെ ചരിതം പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് ഒരു ഗന്ധർവ രാജാവ്, ചണ്ഡവേഗൻ എന്നൊരു ഗന്ധർവ രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 360 ശക്തിമാന്മാരായ ഭടന്മാർ, ഗന്ധർവ ഭടന്മാരുണ്ടായിരുന്നു. അവർക്കൊക്കെ അവരോടൊപ്പം 360 ഭാര്യമാരും ഉണ്ടായിരുന്നു. ഇതായിരുന്നു നമ്മൾ ആദ്യം ആ അധ്യായത്തിൻ്റെ ആ ഭാഗത്ത്, അതായത് കാലകന്യയുടെ ചരിതം പറഞ്ഞപ്പോൾ ആദ്യം മനസ്സിലാക്കിയത്. ഈ ചണ്ഡവേഗൻ എന്ന് വിളിക്കുന്ന ഗന്ധർവ രാജാവ് എന്ന് പറയുന്നത് സംവത്സരം, വർഷങ്ങളാണെന്ന്. അതായത് പുരഞ്ജനന്റെ വർഷങ്ങൾ കടന്നു പോകുന്നു, പ്രായമാകുന്നു, മനസ്സിലായില്ലേ? ഒരു 10-50 വയസ്സൊക്കെ എത്തി, 50-60 വയസ്സൊക്കെ എത്തി. അതിനെയാണ് ചണ്ഡവേഗൻ, ആ വർഷങ്ങളെയാണ് ചണ്ഡവേഗൻ എന്ന ഗന്ധർവ രാജാവ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. കാലം ഏന ഉപലക്ഷ്യതേ, ഏന ഏതിനാലാണോ കാലത്തെ ഉപലക്ഷിത എന്ന് വെച്ചാൽ എന്താ പറയുക, പ്രകടിപ്പിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കാലം പോയി എന്ന് പറയുന്നതിന് നമ്മൾ സൂചിപ്പിക്കുന്ന വാക്ക് ഏതാ? കാലം കടന്നുപോയി എന്ന് നമ്മൾ കണക്കാക്കുക വർഷങ്ങൾ കൊണ്ടാണ് അല്ലേ? 1 വർഷം, 2 വർഷം, പിന്നെ മാസക്കണക്ക്, ആഴ്ചക്കണക്ക്, ദിവസക്കണക്ക്, അങ്ങനെയല്ലേ നമ്മൾ 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, 5 വർഷം കഴിഞ്ഞു, അങ്ങനെയാണല്ലോ നമ്മൾ പറയുക. അപ്പം ഏതൊന്നിനാലാണോ കാലത്തെ സൂചിപ്പിക്കപ്പെടുന്നത് ആ വർഷങ്ങളാണ് ഇവിടെ, അതാണ് വർഷങ്ങൾ. ഈ വർഷങ്ങളെയാണ് ചണ്ഡവേഗൻ എന്ന ഗന്ധർവ രാജാവ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. ഇനി അദ്ദേഹത്തിന് 360 ഭടന്മാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വർഷത്തിൽ 360 ദിവസങ്ങളാണല്ലോ. 365 ആണ്. അതിവിടെ നമ്മളൊരു കഥയിൽ പറഞ്ഞപ്പോൾ 360 ഭടന്മാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതാണ് ഇവിടെ പറയുന്നത്. തസ്യ, അതായത് ആ വർഷങ്ങളുടെ, അഹാനി എന്ന് വെച്ചാൽ പകലുകൾ, അതുപോലെ ഇഹ എന്ന് വെച്ചാൽ ജീവിതത്തിൽ, ഈ ലോക ജീവിതത്തിൽ ഈ വർഷങ്ങളുടെ പകലുകൾ ഗന്ധർവഹ, ഗന്ധർവന്മാരും, ഇനി രാത്രയഹ, രാത്രികൾ ഗന്ധർവ്യോഹോ, ഗന്ധർവിമാരും, അതായത് ഈ ഗന്ധർവന്മാരുടെ പത്നിമാരുമായിട്ട് സ്മൃതഹ, മനസ്സിലാക്കൂ എന്ന് നാരദ മഹർഷി പറയുകയാണ്. ചണ്ഡവേഗൻ എന്ന ഗന്ധർവ രാജാവ് എന്ന് പറയുന്ന വർഷമാണ്. ഈ വർഷം എന്ന് പറഞ്ഞാൽ കാലത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് വർഷങ്ങൾ. ഈ വർഷങ്ങൾ എന്ന് പറയുന്ന ചണ്ഡവേഗന്, അതായത് അഹാനി പകലുകളാകുന്ന ഗന്ധർവന്മാരായ ഭടന്മാരുമുണ്ട്, രാത്രികളാകുന്ന ഭാര്യമാരും ഗന്ധർവ്യമാരും ഉണ്ട്. എന്ന് വെച്ചാൽ പകലും രാത്രിയും കൂടിയാൽ 365 അല്ലേ? 365 ദിവസങ്ങളാണ്, പകലുകളും രാത്രികളാണ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് 360 ഭടന്മാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അവർക്ക് 365 ഭാര്യമാരും ഉണ്ടെന്ന് പറഞ്ഞാൽ, അല്ല 360 ഭാര്യമാരും ഉണ്ടെന്ന് പറയുന്നത് ഒന്ന് പകലും ഒന്നും രാത്രിയുമാണ്. ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. അതിൽ കുറേ പേര് വെളുത്തവരും കുറേ പേര് കറുത്തവരുമാണെന്ന്. അതെന്തായിരിക്കും അപ്പോൾ? കറുത്ത പക്ഷവും വെളുത്ത പക്ഷവും 15 ദിവസം കൂടുമ്പോൾ വരില്ലേ? ആ 300 ദിവസം പകലും രാത്രിയും പറയുമ്പോൾ 15 ദിവസം കഴിയുമ്പോൾ കറുത്ത പക്ഷം, 15 ദിവസം കഴിയുമ്പോൾ വെളുത്ത പക്ഷം. അതാണ് കുറച്ച് പേര് കറുത്തവരും കുറച്ച് പേര് വെളുത്തവരുമാണെന്ന് പറഞ്ഞത്. ഇവരെല്ലാവരും കൂടിയിട്ട് അവർക്ക് ആ കയറി ഇങ്ങനെ കീഴടക്കാൻ പറ്റിയ ഒരാളെ അന്വേഷിച്ച് നടക്കുമ്പോൾ എല്ലാ സുഖങ്ങളോടും കൂടി അനുഭവിച്ച് ജീവിക്കുന്ന പുരഞ്ജനനെ കാണുകയാണ്. അങ്ങനെ പുരഞ്ജനപുരിയെ അവർ ആക്രമിക്കാൻ തുടങ്ങി എന്നാണ് ആ ഭാഗത്ത് പറഞ്ഞത്. എന്ന് വെച്ചാൽ എന്താ? വർഷങ്ങളും ദിവസങ്ങളും പകലുകളും രാത്രികളും ഒക്കെ പുരഞ്ജനനെ അങ്ങ് കീഴടക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ വർഷങ്ങൾ പോയത് പുരഞ്ജനൻ അറിഞ്ഞില്ല, അതായത് വാർദ്ധക്യത്തിലേക്ക് കടക്കാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പിന്നെ അതാണ് ഇവിടെ പറയുന്നത്. ഷഷ്ടി ഉത്തര ശതത്രയം എന്ന് വെച്ചാൽ 360 പേരാകുന്ന ആ ഭടന്മാർ അങ്ങനെ പരിക്രാന്ത്യ ചുറ്റി നടന്നിട്ട് ഹരന്തി ആയുഹു, എല്ലാവരുടെയും ആയുസ്സിനെ കവർന്നെടുക്കുന്നവരാണ് അതെന്ന്. എല്ലാവരുടെയും ആയുസ്സിനെ കവർന്നെടുക്കുന്നത് എന്താ? വർഷങ്ങളാണ് അല്ലേ? പകലും രാത്രിയും നിറഞ്ഞ ദിവസങ്ങൾ കടന്നുപോയി വർഷങ്ങളാണ് നമ്മുടെ ആയുസ്സിനെ കവർന്നെടുക്കുന്നത്. ആ 360 ഭടന്മാർ ചേർന്ന ഈ ചണ്ഡവേഗൻ എന്ന ഗന്ധർവ രാജാവാണ്
വർഷങ്ങൾ. അങ്ങനെ പുരഞ്ജനപുരിയെയും അവർ ആക്രമിക്കാൻ തുടങ്ങി എന്ന് വെച്ചാൽ പുരഞ്ജനന് ശരീരത്തിന് വയസ്സാവാൻ തുടങ്ങി. ആ സമയത്താണ് കാലകന്യ വരുന്നത്. അതാണ് അടുത്തത് 22. കാലകന്യാജര സാക്ഷാത് ലോകഹാത്താം ന അഭിനന്ദതി സ്വസാരം ജഗൃഹേ മൃത്യുക്ഷയായ യവനേശ്വരഃ. കാലകന്യ എന്ന് പറയുന്നത് കാലത്തിൻ്റെ പുത്രി സാക്ഷാൽ ജരയാണ്. ജര എന്ന് വെച്ചാൽ വാർദ്ധക്യമാണ് കാലത്തിൻ്റെ പുത്രി. കാലം കടന്നു പോകുമ്പോഴാണല്ലോ വാർദ്ധക്യം വരുന്നത്. അതാണ് ലോകഹ. ഈ ലോകത്തെ ആരും തന്നെ അവളെ താം എന്ന് വെച്ചാൽ അവളെ ന അഭിനന്ദതി സന്തോഷപൂർവ്വം സ്വീകരിക്കാറില്ല, സ്വാഗതം ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ മൃത്യുദേവൻ യവനേശ്വര യവനരാജാവായ മൃത്യുദേവൻ ക്ഷയായ എല്ലാവരെയും ക്ഷയിപ്പിക്കാൻ, അതായത് ജനിച്ചു കഴിഞ്ഞാൽ നശിക്കണം അല്ലേ, ആ നശിപ്പിക്കാനായിട്ട് ഇവളെ ഈ കാലകന്യയെ സ്വസാരം തൻ്റെ സഹോദരിയായി ജഗൃഹേ സ്വീകരിച്ചു അല്ലേ. യവനരാജാവിൻ്റെ അടുത്ത് ഭാര്യയായി സ്വീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഭാര്യയാക്കാൻ പറ്റില്ല, അനിയത്തിയായിട്ട് സ്വീകരിക്കാം. നീ മാത്രമല്ല, എനിക്ക് വേറൊരു സഹോദരൻ കൂടിയുണ്ട്, പ്രജ്വാലൻ എന്ന പേരിലൊരു സഹോദരൻ കൂടി ഉണ്ട് എന്നും പറഞ്ഞിരുന്നു. അപ്പോൾ യവന രാജാവായ മൃത്യുദേവനെ എല്ലാവരെയും അങ്ങനെ ക്ഷയിപ്പിക്കണമെന്ന ഡ്യൂട്ടിയാണല്ലോ ആ മൃത്യുദേവനെ. ജനിച്ചാൽ ഒരു ദിവസം ക്ഷയമുണ്ട്. അപ്പം അങ്ങനെ ക്ഷയിപ്പിക്കാനായിട്ട് ഈ കാലകന്യ എന്ന ജരയെ, വാർദ്ധക്യത്തെ സഹോദരിയായിട്ട് അങ്ങ് സ്വീകരിച്ചു. ഇനി 23, 24, 25 ശ്ലോകങ്ങൾ ഒരുമിച്ച്. ഇനി അവരൊരുമിച്ച്, അതായത് മൃത്യുദേവൻ കാലകന്യയെ സഹോദരിയായിട്ടെടുത്തു. അദ്ദേഹത്തിന് ഒരു സഹോദരനുണ്ട് പ്രജ്വാലൻ, എന്ന് വെച്ചാൽ ജ്വരം ബാധിക്കാം. ഇത് രണ്ട്, അപ്പോൾ വാർദ്ധക്യവും ജ്വരവും, ഇത് രണ്ടിനെയും സഹോദരിയും സഹോദരന്മാരാക്കിയിട്ട് ഒരുമിച്ച് ചേർന്നിട്ട് പുരഞ്ജനപുരിയെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഇനി ഇതിൽ കാണുന്നത്. ആദയോഹോ ആദയഃ വ്യാദയഃ തസ്യ സൈനിക യവന ചരാഃ ഭൂത ഉപസർഗ ആശുരയഃ പ്രജ്വാരഃ ദ്വിവിധോ ജ്വരഃ ഏവം ബഹുവിധൈ ദുഃഖൈ ദൈവഭൂത ആത്മസംഭവൈഃ ക്ലിശ്യമാനഃ ശതം വർഷം ദേഹേ ദേഹി തമോവൃതഃ പ്രാണ ഇന്ദ്രിയ മനോധർമാൻ ആത്മനി അദ്യസ്യ നിർഗുണഃ ഛേദേ കാമലവാൻ ധ്യായൻ മമ അഹം ഇതി കർമ്മകൃത്. ശ്ലോകം വേണമെങ്കിൽ ഒന്നുകൂടി വായിക്കാം. ആദയഃ വ്യാദയഃ തസ്യ സൈനിക യവനഃ ചരാഃ ഭൂത ഉപസർഗ ആശുരയഃ പ്രജ്വാരഃ ദ്വിവിധോ ജരഃ ഏവം ബഹുവിധൈഃ ദുഃഖൈഃ ദൈവഭൂത ആത്മസംഭവൈഃ ക്ലിശ്യമാനഃ ശതം വർഷം ദേഹേ ദേഹി തമോവൃതഃ പ്രാണ ഇന്ദ്രിയ മനോധർമാൻ ആത്മനി അദ്യസ്യ നിർഗുണഃ ഛേദേ കാമലവാൻ ധ്യായൻ മമ അഹമിതി കർമ്മകൃത്. അതായത് ആദയഃ ആദികളും വ്യാദയഃ വ്യാധികളും തസ്യ ആ യവന രാജാവിൻ്റെ സൈനികരായിട്ട് യവനന്മാരായ ചരാഹ അനുചരന്മാരാണ്. ഈ യവന രാജാവനായ മൃത്യുവിനെ സഹോദരനും സഹോദരിയും മാത്രമല്ല ആദികളും വ്യാധികളുമാണ് ഈ മൃത്യുദേവന്റെ യവനന്മാരായ അനുയായികളായ സൈനികര്. മനസ്സിലായോ? ആദിയും വ്യാധിയും പ്രായം ചെല്ലുന്തോറും മനോബലം കുറയും അല്ലേ, ശരീരശക്തി കുറയും, മനോബലം കുറയും. അപ്പോൾ ആദികൾ ടെൻഷൻ, ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചുള്ള ആദികൾ കൂടും, ആദി കൂടുമ്പോൾ വ്യാധികളും കൂടും. അതുകൊണ്ടാണല്ലോ ഇന്ന് പ്രായമായവരൊക്കെ കൂടുതലും ഭാഗവതം കേൾക്കുക, ഇങ്ങനെ ഓരോരോ ആക്ടിവിറ്റികളിലേക്ക് തിരിയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വെറുതെ ഇരുന്ന് പോയാൽ, പ്രായമായി എന്ന് വിചാരിച്ച് വെറുതെ ഇരുന്ന് പോയാൽ മനസ്സ് പിടിച്ചാൽ കിട്ടില്ല, ശരീരത്തിന് ആരോഗ്യമില്ല, മനസ്സ് പോണോടത്തേക്ക് ശരീരത്തിന് പായാൻ പറ്റില്ല. അപ്പം ഇരുന്ന് പോകുമ്പോൾ പല ഒരു കർമ്മവും ചെയ്യാതെ വെറുതെ ഇരിക്കുന്നവൻ്റെ മനസ്സ് പിശാചിൻ്റെ വാസസ്ഥാനമാണെന്ന് പറയില്ലേ, ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ. അപ്പം അതുകൊണ്ടാണ് ഇന്ന് പ്രായമായവർ കുറേ യാത്രകൾ, അതുപോലെ സപ്താഹങ്ങൾ, ആത്മീയ മാർഗങ്ങളിലേക്ക് പല ആക്ടിവിറ്റികളിലേക്ക് തിരിയാനുള്ള കാരണവും അത് തന്നെ. കാരണം ഈ കാലത്തിൻ്റെ ഈ മൃത്യുദേവൻ്റെ അനുയായികളായിട്ടുള്ള ആദിയും വ്യാധിയും കാലപ്രായം ചെല്ലും തോറും വന്ന് പിടികൂടാൻ തുടങ്ങും. അവരനുയായികളാണ് മൃത്യുദേവൻ്റെ. അങ്ങനെ അവർ വന്ന് പിടികൂടുമ്പോൾ ഭൂത ഉപസർഗ ആശുരയഃ അസുഖങ്ങൾ, അതുമൂലമുണ്ടാകുന്ന
ഉപസർഗം എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുകൾ, ദുഃഖങ്ങൾ, ഇവയെല്ലാം ആശു വളരെ പെട്ടെന്ന് രയഹ വളരെ ശക്തിയോടുകൂടി വന്ന് ആ ശരീരത്തെ പിടിക്കുന്നു. അതോടൊപ്പം എന്താ സംഭവിക്കുക? പ്രജ്വാരഹ മൃത്യുദേവന്റെ സഹോദരനായ പ്രജ്വാരൻ എന്ന് വെച്ചാൽ ജ്വരം, പനി ബാധിക്കുകയാണ്. ദ്വിവിധ രണ്ട് വിധത്തിൽ, തണുപ്പിൽ നിന്നുണ്ടാകുന്ന പനിയും ചൂടിൽ നിന്നുണ്ടാകുന്ന പനിയും. അങ്ങനെ ജ്വരഹ ജ്വരം എന്ന് വെച്ചാൽ പനിയും ബാധിക്കുന്നു എന്ന് വെച്ചാൽ ആദിയും വ്യാധിയും വരുന്നു. അത് പിടികൂടുന്നതോടുകൂടി പലതരത്തിലുള്ള അസുഖങ്ങൾ, അതുമൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വളരെ പെട്ടെന്ന് തന്നെ വളരെ ശക്തിയായി പിടികൂടുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ജ്വരം, തണുപ്പ് വരുമ്പോഴും ചൂട് വരുമ്പോഴും പനി ബാധിക്കുന്നു. അതായത് ആ ഒരു ഇമ്മ്യൂണിറ്റി പവറൊക്കെ കുറയുന്ന പെട്ടെന്ന് അങ്ങനെ അസുഖങ്ങൾ വന്ന് ബോഡി വീക്കാവുന്നു. ഇങ്ങനെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ശരീരവുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നത്. ആ പുരഞ്ജനപുരിയെ നഗരത്തെക്കുറിച്ച് ശരീരവുമായി ബന്ധപ്പെട്ട് ആ കഥയിലെ ഓരോ കഥാപാത്രങ്ങൾ ആരൊക്കെ എന്തൊക്കെ എന്നുള്ള തത്വം ഇവിടെയാണ് പറയുന്നത്. ഇനി പറയുന്നത് എന്തുകൊണ്ടാണ് നാരദ മഹർഷി പ്രാചീന ബർഹിസിനെ ഈ കഥ പറഞ്ഞു കൊടുത്തതിലൂടെ അതിൻ്റെ ഉള്ളിൽ ഒരു ആധ്യാത്മികമായ തത്വം ജ്ഞാനം പകർന്നു കൊടുത്തിരുന്നു. അതെന്താണെന്ന് ഇനി ഇവിടെ തുറന്നു പറയാണ്. അപ്പം ഇത്ര നേരം എന്താ പറഞ്ഞിരുന്നത്? ആ കഥയിലെ ഓരോ കഥാപാത്രങ്ങളും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞതും ആരൊക്കെ എന്തൊക്കെ എന്ന് പറഞ്ഞു കൊടുത്തു, എന്തിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി പറയുന്നത് എന്തിനാണ് പ്രാചീന ബർഹിസിന് ഈ കഥ പറഞ്ഞു കൊടുത്തത്? അതിലൂടെ പരോക്ഷമായ ഒരു കഥയിലൂടെ ഏത് ആധ്യാത്മികമായ ജ്ഞാനമാണ് മഹർഷി പ്രാചീന ബർഹിസിന് പറഞ്ഞു കൊടുത്തത് എന്ന് ഇവിടെ തുറന്നു പറയുകയാണ് കേട്ടോ. അതാണ് ഏവം ഇപ്രകാരം ബഹുവിധ പല വിധത്തിലുള്ള ദുഃഖങ്ങൾ അതെങ്ങനെ വരുന്നത്? ദൈവഭൂത ആത്മം, ആദിഭൂതം, ആദിദൈവികം, ആധ്യാത്മികം, അങ്ങനെ സംഭവൈഹി വന്നു പതിക്കുന്ന പല വിധത്തിലുള്ള ദുഃഖങ്ങളാൽ ക്ലിശ്യമാനഹ ബുദ്ധിമുട്ട് അനുഭവിച്ച് ദുഃഖിച്ച് ശതവർഷം 100 വർഷം ദേഹേ ഒരു മനുഷ്യ ശരീരത്തിൽ ദേഹി ആ ജീവാത്മാവ് തമോവൃത തമോ ഗുണത്താൽ ആവരം മൂടപ്പെട്ട് അങ്ങനെ കഴിയുന്നു. അങ്ങനെ കഴിഞ്ഞിട്ട് പ്രാണ ഇന്ദ്രിയ മനോധർമാൻ പ്രാണൻ, ഇന്ദ്രിയങ്ങൾ, മനസ്സ് ഇവയൊക്കെ ചെയ്യുന്ന കർമ്മങ്ങൾ ആത്മനി ഞാൻ, അതായത് താനാകുന്ന ആത്മാവ് അത്യസ്യ താനാണ് ചെയ്യുന്നത് എന്ന് തെറ്റിദ്ധരിക്കുന്നു. യഥാർത്ഥത്തിൽ നിർഗുണഃ ഒരു ഗുണങ്ങളും ബാധിക്കാത്ത ഒരേ ഒരു സത്യമായിട്ടുള്ള ഒരു മാറ്റവുമില്ലാത്ത സത്യമായി നിൽക്കുന്ന സത്തയാണ് ഈ ജീവാത്മാവ്. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചേ? ഈ ഒരു ആദിദൈവികവും ആദിഭൗതികവും ആധ്യാത്മികവുമായ ദുഃഖങ്ങൾ അനുഭവിച്ച് 100 വർഷം ഒരു മനുഷ്യ ശരീരത്തിൽ ഇരുന്ന് ആ തമോ ഗുണത്തിൽ അകപ്പെട്ട് പ്രാണനും ഇന്ദ്രിയങ്ങളും ഒക്കെ ചെയ്യുന്ന കർമ്മങ്ങൾ അതാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാതെ ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് തെറ്റിദ്ധാരണയിലകപ്പെട്ട് അങ്ങനെ 100 വർഷം ഒരു ശരീരത്തിൽ അങ്ങനെ ജീവിച്ച് മമ അഹം ഇത് എൻ്റെയാണ്, ഇത് ഞാനാണ്, ഇപ്രകാരമൊക്കെ ചിന്തിച്ചിട്ട് കർമ്മം ചെയ്യുന്നു. എന്തിനാ കർമ്മം ചെയ്യുന്നത്? ശേതേ കാമലവാൻ, അതായത് ഒരുപാട് ആഗ്രഹങ്ങൾ, ആ ആഗ്രഹങ്ങൾ അനുഭവിക്കാൻ വേണ്ടി ഭൗതിക സുഖങ്ങൾ, കാമങ്ങൾ, ആഗ്രഹങ്ങൾ, ആ സുഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് മാത്രം ധ്യാനിച്ച് എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ഈ ഒരു മനുഷ്യ ശരീരത്തിൽ 100 വർഷം ശേത എന്ന് വെച്ചാൽ കിടക്കുന്നു. അപ്പോൾ പറയാൻ ഉദ്ദേശിച്ചത് ഇതായിരുന്നു. നാരദ മഹർഷി ആദിദൈവികവും ആദിഭൗതികവും ആധ്യാത്മികവുമായ ദുഃഖങ്ങൾ അനുഭവിച്ച് ഞാനാണ് അനുഭവിക്കുന്നത് യഥാർത്ഥത്തിൽ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും ആത്മാവിനെ ബാധിക്കുന്നില്ല. ഇതൊക്കെ തെറ്റിദ്ധരിച്ച് ഒരു മനുഷ്യ ശരീരത്തിൽ 100 വർഷം ഇങ്ങനെ ക്ലേശങ്ങൾ അനുഭവിച്ച് തമോ ഗുണത്തിൽ അകപ്പെട്ട് ഇന്ദ്രിയങ്ങളും മനസ്സും ചെയ്യുന്ന പ്രവൃത്തി ഞാനാണ് ചെയ്യുന്നത് എന്ന് വിചാരിച്ച് ഭൗതിക സുഖങ്ങൾ അനുഭവിക്കാനുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് ഞാൻ എൻ്റെ എന്ന മിഥ്യാധാരണയിലിരുന്ന് കർമ്മം ചെയ്ത് 100 വർഷം, ഇപ്പം 100 വർഷവും ഇല്ല, 100 വർഷം ഒരു മനുഷ്യ ശരീരത്തിൽ ഒരു ജീവാത്മാവ് കഴിയുന്നു. ശ്ലോകം 26, 27 ഒരുമിച്ച്. അങ്ങനെ കഴിഞ്ഞിട്ട് യഥാ ആത്മാനം അവിജ്ഞായ ഭഗവന്തം പരം ഗുരും പുരുഷഃ തു വിഷജ്ജേത ഗുണേഷു പ്രകൃതേഹേ സ്വദൃക് ഗുണാഭിമാനി സ തഥാ കർമാണി കുരുതേ അവശഃ ശുക്ലം കൃഷ്ണം ലോഹിതം വാ യഥാ കർമ്മ അഭിജായതേ. യഥാ എപ്പോഴാണോ ആത്മാനം അതായത് പരമാത്മാവ് ഭഗവന്തം ഭഗവാനായിട്ടുള്ള പരമഗുരുവും ഭഗവാനുമായ ആ പരമാത്മാവിനെ അവിജ്ഞാത അറിയാതെ പുരുഷഃ ഒരു ജീവാത്മാവ് തു വിഷജ്ജേത അതായത് വിഷജ്ജേത എന്ന് വെച്ചാൽ മുങ്ങിക്കിടക്കുക,
പ്രകൃതേ ഗുണേഷു, പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ മുങ്ങിക്കിടന്ന് സ്വദൃക്ക്, എന്നാൽ സ്വയം പ്രകാശിക്കാൻ കഴിയുന്ന പരമാത്മാവും ജീവാത്മാവും ഒന്നാണ് അല്ലേ. സ്വയം പ്രകാശിക്കുന്ന പരമഗുരുവും ഭഗവാനുമായ പരമാത്മാവ് തന്നെയായ ജീവാത്മാവ് ആ പരമാത്മാവിനെ അറിയാതെ ഈ ഒരു പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ മുങ്ങി വീണ് അങ്ങനെ ഗുണാഭിമാനി, ആ ഗുണങ്ങളെ അനുഭവിച്ച് ആ ഗുണങ്ങളോട് ബന്ധപ്പെട്ടിരുന്ന് സഹ, ആ ജീവാത്മാവ് തഥാ അതുവരെ കർമാണി കുരുതേ അവശഃ, ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത് അവശനാകുന്നു. എങ്ങനെയുള്ള കർമ്മങ്ങളാ? ശുക്ലം കൃഷ്ണം ലോഹിതം. ശുക്ലം എന്ന് വെച്ചാൽ എന്താ? വെളുത്ത നിറം. അത് എന്തിനെ പ്രതിനിധീകരിക്കുന്നു? സത്വഗുണം. കൃഷ്ണം എന്ന് വെച്ചാൽ കറുപ്പ് നിറം, അത് തമോ ഗുണത്തെ. ലോഹിതം എന്ന് വെച്ചാൽ ചുവപ്പ് നിറം, അത് രജോ ഗുണത്തെ. അപ്പോൾ ഈ 3 വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്വരജ തമോ ഗുണങ്ങളെ യഥാ കർമ്മ അഭിജായതേ, അതായത് ആ ഗുണങ്ങൾക്കനുസരിച്ചുള്ള യഥാകർമ്മ, അതുപോലെയുള്ള കർമ്മങ്ങൾ ചെയ്ത് അഭിജായതേ എന്ന് വെച്ചാൽ അങ്ങനെ വീണ്ടും വീണ്ടും ഭൂമിയിൽ ജന്മമെടുക്കുന്നു. ഇതാണ് ഞാൻ നിന്നോട് പറയാൻ ഉദ്ദേശിച്ചത് എന്ന് നാരദ മഹർഷി പറയാണ്. മനസ്സിലായോ? ആ ജീവാത്മാവ് ആ ശരീരത്തിൽ വന്നിരുന്ന് 100 വർഷം ഇതൊന്നുമായി ഒരു ബന്ധവുമില്ലാതെ വെറും സാക്ഷിയായിരിക്കുന്ന ജീവാത്മാവ്, പക്ഷേ ശരീരവും മനസ്സും ബുദ്ധിയും ഒക്കെ ചെയ്യുന്ന പ്രവൃത്തി ഞാനാണ് ചെയ്യുന്നത് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിച്ച് ആ ശരീരത്തിൽ ജീവിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഞാൻ തന്നെയായിട്ടുള്ള ആ പരമഗുരുവും ഭഗവാനുമായ പരമാത്മാവ് ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്ന് പറഞ്ഞത്. അതാണല്ലോ തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുന്നത്. ആ ഈശ്വരൻ ഞാൻ തന്നെയാണെന്നറിയാതെ, അതിനെക്കുറിച്ച് അറിയാതെ ഈ പ്രകൃതിയുടെ സത്വരജ തമോ ഗുണങ്ങളിൽ ഇങ്ങനെ അകപ്പെട്ട് ആ ജീവാത്മാവ് സാത്വികവും രാജസികവും താമസികവുമായ കർമ്മങ്ങൾ ചെയ്ത് ക്ഷീണിച്ച് അവശനായിട്ട് അങ്ങനെ വാർദ്ധക്യം ബാധിച്ച് ആ ശരീരം വിടുന്നു. അങ്ങനെ അതിൻ്റെ കർമ്മഫലങ്ങളെ അനുഭവിക്കാൻ അടുത്ത ജന്മത്തെ ജനിക്കുകയും ചെയ്യുന്നു, അടുത്ത ജന്മത്തെ സ്വീകരിക്കുകയും ചെയ്യുന്നു. ശ്ലോകം 28. ശുക്ലാത് പ്രകാശാത് ഭൂയിഷ്ടാൻ ലോകാൻ ആപ്നോതി കർഹിച്ചിത് ദുഃഖ ഉദർക്കാൻ ക്രിയായാസാൻ തമഹ ശോക ഉത്കടാൻ ക്വചിത്. ശുക്ലാത് എന്ന് വെച്ചാൽ സത്വഗുണം കൂടി നിൽക്കുന്നവർ ചെയ്യുന്ന പ്രവൃത്തി സാത്വികമായ പ്രവൃത്തിയായിരിക്കും. അപ്പോൾ അവർ പ്രകാശാത് ഭൂയിഷ്ടാൻ, പ്രകാശം നിറഞ്ഞ ലോകം എന്ന് വെച്ചാൽ ദേവലോകത്തെ ആപ്നോതി. പ്രകാശാത് ഭൂയിഷ്ടാൻ ലോകാൻ, പ്രകാശം നിറഞ്ഞ ലോകം എന്ന് വെച്ചാൽ ദേവലോകത്തെ ആപ്നോതി എന്ന് വെച്ചാൽ പ്രാപിക്കുന്നു. അപ്പം സത്വഗുണം കൂടി നിൽക്കുന്നവർ അവരുടെ കർമ്മങ്ങൾ കൊണ്ട് സത്വഗുണം കൂടി നിന്നാൽ അപ്പോൾ ഈ സത്വഗുണം നിറഞ്ഞ പ്രവൃത്തി ചെയ്യുന്നവർ ദേവലോകത്തെ, ക്വചിത്ത് എന്ന് വെച്ചാൽ ചിലപ്പോൾ ദേവലോകത്തെ പ്രാപിക്കുന്നു. ഇനി വീണ്ടും ദുഃഖ ഉദർക്കാൻ എന്ന് വെച്ചാൽ എല്ലാ കർമ്മങ്ങളും ചെയ്തിട്ടും അവസാനവും ഒരു സംതൃപ്തി വരാതെ ദുഃഖം മാത്രമായിട്ട് അനുഭവിക്കുന്ന ജന്മമാർക്കാണ്? മൃഗങ്ങൾക്കല്ലല്ലോ, മനുഷ്യർക്കാണല്ലേ. അങ്ങനെയുള്ള ജന്മം എന്ന് പറയുന്നത് മനുഷ്യജന്മമാണ്. ആ ജന്മം ക്രിയായാസൻ എന്ന് വെച്ചാൽ രജോ ഗുണം കൂടി നിൽക്കുന്നവർ രാജസികമായ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അവർ എത്തുന്ന ലോകം എന്ന് വെച്ചാൽ അവർ വീണ്ടും മറ്റൊരു ദേവന്മാരായി മാറുന്നു. സത്വഗുണികൾ, രജോ ഗുണികൾ വീണ്ടും മനുഷ്യരായി ജനിക്കുകയാണ്. കാരണം കർമ്മങ്ങളുടെ അവസാനം ദുഃഖം തന്നെയാണ് അനുഭവിക്കുന്നത് എന്ന അവസ്ഥയിൽ എത്തുന്നവർ മനുഷ്യരാണ്. അപ്പോൾ രജോ ഗുണം കൂടി നിൽക്കുന്ന രാജസികമായ കർമ്മം ചെയ്യുന്നവർ വീണ്ടും മനുഷ്യരായി ജനിക്കുന്നു. ഇനി തമഹ, താമസികമായ കർമ്മം ചെയ്യുന്നവർ ശോകാത് ഉത്കടാൻ, ദുഃഖത്തിൻ്റെ താഴ്വരയിൽ ചെന്ന് ക്വചിത്ത് എന്ന് വെച്ചാൽ ചിലപ്പോൾ ചെന്ന് പതിക്കുകയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ തമോ ഗുണം നിറഞ്ഞ പ്രവൃത്തികൾ ചെയ്യുന്നവരാണ് പക്ഷിമൃഗാദികളായിട്ട് ജനിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ ആ കർമ്മഫലത്തിനനുസരിച്ച് വീണ്ടും വീണ്ടും ജനിക്കുന്നു എന്ന് പറഞ്ഞില്ലേ. സാത്വിക കർമ്മം ചെയ്യുന്നവർ ദേവന്മാരായും രാജസിക കർമ്മം ചെയ്യുന്നവർ മനുഷ്യരായും താമസിക കർമ്മം ചെയ്യുന്നവർ പക്ഷിമൃഗാദികളായും വീണ്ടും പുനർജനിക്കുന്നു. ഇനി ശ്ലോകം 29. ക്വചിത് പുമാൻ ക്വചിത് ച സ്ത്രീ ക്വചിത് ന ഉഭയം അന്തതി ക്വചിത് ന ഉഭയം അന്തതി ദേവഃ മനുഷ്യഃ തിര്യൻ വാ യഥാ കർമ്മഗുണം ഭവഃ. ക്വചിത് ചില ജന്മത്തിൽ പുമാൻ പുരുഷനായും ക്വചിത് ച ചില ജന്മത്തിൽ
സ്ത്രീയായും ക്വചിത്ത് ഇനി വേറെ ചില ജന്മങ്ങളിൽ ഉഭയം എന്ന് വെച്ചാൽ ഇത് രണ്ടുമല്ലാത്തത് എന്ന് വെച്ചാൽ ഇത് രണ്ടിലും പെടാത്ത നപുംസങ്ങളായും ജനിച്ച് അന്ധദീഹി, അതായത് ഭൗതിക ബുദ്ധി, ആ ബുദ്ധിയുടെ അടിമയായിട്ട് ആ ജീവാത്മാവ് ദേവഹ മനുഷ്യഹ തിര്യൻ, ദേവനായിട്ടോ മനുഷ്യനായിട്ടോ പക്ഷിമൃഗാദിയായിട്ടോ യഥാ കർമ്മഗുണം, എന്തൊക്കെയാണോ കർമ്മങ്ങൾ ചെയ്തു വെച്ചത് അതിൻ്റെ കർമ്മഗുണത്തിനനുസരിച്ച് ഭവഹ, ഈ ഭൂമിയിൽ പല പല ശരീരങ്ങളെ എടുക്കുന്നു. അപ്പോൾ ചില ജന്മത്തിൽ മനുഷ്യരായി ജനിച്ചും ചില ജന്മത്തിൽ പുരുഷനായും ചില ജന്മത്തിൽ സ്ത്രീയായും ജനിച്ച് വേറെ ചില ജന്മങ്ങളിൽ ഇത് രണ്ടും കെട്ടവരായിട്ടും ജനിച്ച് അങ്ങനെ ബുദ്ധിക്കടിമപ്പെട്ട ആ ജീവാത്മാവ് പുരുഷ ശരീരം സ്ത്രീ ശരീരം ഇത് രണ്ടും കെട്ടവരായിട്ടുള്ള ശരീരങ്ങളും എടുത്ത് ചില ജന്മത്തിൽ ദേവന്മാരായിട്ട് ചില ജന്മത്തിൽ മനുഷ്യരായിട്ട് ചില ജന്മത്തിൽ പക്ഷിമൃഗാദികളായിട്ട് സ്വന്തം കർമ്മത്തിനനുസരിച്ച് പുനർജനിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ പുണ്യകർമ്മം ആണെന്ന് പറഞ്ഞിട്ട് യാഗയജ്ഞാതി കർമ്മം അനുഷ്ഠിച്ചു പോയതുകൊണ്ട് പ്രാചീന ബർഹിസിന് പുണ്യം കിട്ടുമോ? ഇല്ല. പ്രാചീന ബർഹിസ് ഉദ്ദേശിക്കുന്ന ആ ആത്യന്തികമായ സ്വസ്തി സമാധാനം അത് അനുഭവിക്കണമെങ്കിൽ ഇങ്ങനെ യാഗം യജ്ഞവും ചെയ്ത് മുന്നോട്ട് പോയിട്ട് ആ ലക്ഷ്യത്തിൽ ഒരിക്കലും എത്താൻ സാധിക്കുകയില്ല. അതിലെത്തണമെങ്കിൽ എല്ലാത്തിനും സാക്ഷിയായി കാരണശരീരത്തിൽ ഇരിക്കുന്ന ആൾ ആണ് ഞാൻ. ആ എൻ്റെ ഉടമ, ഞാനാണ് ഉടമ, ആ എൻ്റെയാണ് ഈ ഭൗതിക ശരീരം, അല്ലാതെ ഈ ശരീരമല്ല ഞാൻ എന്ന തിരിച്ചറിവാണ് ഉണ്ടായിരിക്കേണ്ടത്. മനസ്സും ബുദ്ധിയും ഒക്കെ പ്രവർത്തിക്കാൻ ആത്മാവ് കൂടെ കൊണ്ടുപോയ സേവകൻ ആരാന്ന് മനസ്സിലായില്ലേ? ശക്തി. അപ്പോൾ ആ ശക്തിയാണ് ഇലക്ട്രിസിറ്റി, ശരീരം, ഫാൻ. ഈ ഇലക്ട്രിസിറ്റി കടന്ന് ഫാൻ തിരിയുന്നത് നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്ന പോലെ കാരണ ശരീരത്തിലിരുന്ന് ഈ ശരീരവും മനസ്സും ബുദ്ധിയും പ്രവർത്തിക്കുന്നത് സൂക്ഷ്മ ശരീരത്തിലിരിക്കുന്ന ആ ശക്തിയുടെ സഹായത്തോടു കൂടി ഈ ശരീരം പ്രവർത്തിക്കുന്നത് കാരണ ശരീരത്തിലിരുന്നു കൊണ്ട് ഞാൻ കാണുകയാണ്, ഞാനിങ്ങനെ സാക്ഷിയായി അതിനെങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. പക്ഷേ ഇവിടെ ശരീരമാണ് ഞാൻ, ഈ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും കാണുന്നതും കേൾക്കുന്നതൊക്കെ ഞാനാണെന്ന് ആ മായയിൽ വീണുപെട്ട് കിടക്കുന്നതുകൊണ്ട് ആ ആത്മാവ് തെറ്റിദ്ധരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇവിടെ നാരദ മഹർഷി പ്രാചീന ബർഹിസിനെ പറഞ്ഞു കൊടുത്തത്. ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ദിവസം എടുക്കാം.